നമസ്കാരം. ശ്രീചക്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ദയ സുഭാഷ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം കേട്ടത് നവഗ്രഹ സ്തോത്രത്തിലെ 5 സ്തോത്രങ്ങളും അതിൻ്റെ സാരാംശങ്ങളും കേട്ട് കഴിഞ്ഞു ഇല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ വ്യാഴനെ ഗുരുവിനെ പറ്റിയുള്ള സ്തോത്രം അതിൻ്റെ സാരാംശമാണ് പറഞ്ഞത്. ഇനി നവഗ്രഹ സ്തോത്രത്തിൽ 6ാമതായിട്ട് വരുന്നത് ശുക്രനെ പറ്റിയാണ്. 6ാമത്തെ ഗ്രഹമായിട്ട് പറയപ്പെടുന്നത് ശുക്രനാണ്. ഈ ശുക്രൻ്റെ സ്തോത്രവും അതിൻ്റെ സാരാംശം എന്താണെന്ന് കേട്ടു നോക്കാം. സ്തോത്രം ഇതാണ്: ഹിമകുന്ദമൃണാളാഭ ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം തം ശുക്രം പ്രണമാമ്യഹം. തം ശുക്രം പ്രണമാമ്യഹം എന്നും പറയും, ഭാർഗവം പ്രണമാമ്യഹം എന്നും പറയും. ഇതാണ് സ്തോത്രം. ഇതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, ഹിമകുന്ദമൃണാളാഭ ദൈത്യാനാം പരമം ഗുരു എന്ന് വെച്ചാൽ മഞ്ഞക്കുരുക്കുത്തി. ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ മഞ്ഞപ്പൂവില്ലേ, മഞ്ഞക്കുരുക്കുത്തി, മുല്ലപ്പൂവ്, താമരവളയം ഇവയെപ്പോലെ ശോഭയുള്ളവനും, അതായത് അത്രയും ഭംഗിയുള്ളവനും, ദൈത്യന്മാരുടെ ഗുരുവും, സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ദൈത്യന്മാരുടെ ഗുരുവും സർവശാസ്ത്രങ്ങളെയും പഠിപ്പിക്കുന്നവനും, അതായത് എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നവനും ആയ ശുക്രനെ അല്ലെങ്കിൽ ഭാർഗവനെ ഞാൻ നമസ്കരിക്കുന്നു. ഒന്നുകൂടെ പറയാം: മഞ്ഞക്കുരുക്കുത്തി, മുല്ലപ്പൂവ്, താമരവളയം ഇവയെപ്പോലെ ശോഭയുള്ളവനും, ദൈത്യന്മാരുടെ ഗുരുവും സർവശാസ്ത്രങ്ങളെയും പഠിപ്പിക്കുന്നവനും ആയ ശുക്രനെ അല്ലെങ്കിൽ ഭാർഗവനെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് നവഗ്രഹ സ്തോത്രത്തിലെ 6ാമത്തെ സ്തോത്രമായ ശുക്രനെ കുറിച്ചുള്ള സ്തോത്രവും അതിൻ്റെ സാരാംശങ്ങളും. അപ്പോൾ അടുത്തതായി വരുന്നത് നമ്മുടെ ശനിയെക്കുറിച്ചാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, ശനിയെക്കുറിച്ചുള്ള സ്തോത്രം അതിൻ്റെ സാരാംശമായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.